ഫ്രണ്ട്സ്, ബ്രഹ്മസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ അന്ന് അമ്മാമ്മയും കൂടി ഉണ്ട് കേട്ടോ. ഇവരിന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്മാമ്മയെ എന്നെ കൊണ്ടാക്കാൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനിയപ്പോൾ അടുത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സ്കൂളിൽ എത്തിയിട്ട് അപ്പം ഞാൻ സ്കൂളിൽ പോകാൻ പോകണം. അപ്പോൾ നമുക്കിനി സ്കൂളിൽ നിന്ന് വന്നിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ സ്കൂളൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട്. സ്കൂള് കഴിഞ്ഞു വന്നു. ഇപ്പോൾ നമ്മൾ അൽമനാമയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അൽമനാമയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അൽമനാമയിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങിച്ചു? ന്യൂട്ടല വാങ്ങിച്ചു, ബ്രെഡ് വാങ്ങിച്ചു, പിന്നെ എള്ളുണ്ട വാങ്ങിച്ചു. നമ്മൾ സ്മൂത്ത് അല്ലേ, മറ്റേ മിൽമയുടെ അല്ലേ അമ്മ, മറ്റേ ചോക്ലേറ്റിൻ്റെ ഒരു മിൽക്ക് ഷേക്ക് മിൽമയുടെ. ഇതൊന്നും അപ്പോൾ പതിവില്ലാത്ത സാധനങ്ങളെ കഴിച്ച് വയറങ്ങനെ ഇനി കേടാവും. കുറേ നാളായിട്ടും കഴിച്ചിട്ട് നീ അടുത്തെങ്ങും അമ്മ വാങ്ങി തരത്തില്ല കേട്ടോ. ഇപ്പോഴെങ്ങും ഇനി പറയല്ലേ. ഈ മിൽക്ക് ഷേക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് കൊള്ളത്തില്ലായിരിക്കും. പിന്നെ ഒരു ഇഷ്ടത്തിന് പറഞ്ഞോണ്ടങ്ങ് വാങ്ങിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും വീടെത്തിക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ വന്ന് ഞാനും വാവയും കൂടെ ന്യൂട്ടല ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ഒരേ ഒരു ഡ്രോയിങ് ബുക്ക്. അപ്പം ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് പിക്ചേഴ്സാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഡ്രോ ചെയ്തത് ഇതാണ് കേട്ടോ. ഈ ഒരു പിക്ചറാണ്. ഇത് വലിയ ഇതൊന്നും ഞാൻ ഫസ്റ്റ് ടൈം ബുക്കിൽ വരച്ചാണ്. പിന്നെ ഇത് ഞാൻ വെറുതെ വരച്ചൊരു വീടാണ്. അത് ഞാനൊരു വീട് വരച്ചു. പിന്നെ ഇതും ഞാൻ വെറുതെ വരച്ചൊരു ഫ്ലവർ ആണ്. പിന്നെ ഞാൻ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ വെറുതെ വരച്ചില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇങ്ങനൊരു റൗണ്ട് ബോർഡ് വരച്ചിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അതേ മോഡൽ തന്നെ നമ്മൾ കളർ ചേഞ്ചും ഡിസൈൻസൊക്കെ വ്യത്യാസമുള്ളതാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ. ചിലതൊക്കെ ചരിഞ്ഞും പല ഷേപ്സിലാണ് വരച്ചത്. പിന്നെ ഇതും ഞാൻ വെറുതെ വരച്ചൊരു കപ്പാണ്. ഞാൻ ഒരു ദിവസം നല്ല കപ്പായത് എനിക്കിഷ്ടം. ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് എന്തൊക്കെയോ കല്യാണത്തിന് എവിടെ പോകണമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരുങ്ങി പിടിച്ച് ആ വീഡിയോ പോയി. പിന്നെ ഞാൻ കുറേ തപ്പിയിട്ട് ആ വീഡിയോ കിട്ടില്ല. പിന്നെ എനിക്ക് അത് ഈ കണ്ട ചില സ്റ്റെപ്സ് ഓർമ്മയുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ വെറുതെ ഒരു തിരിച്ചിട്ടുണ്ട്. ഇതൊന്നും അതിലില്ലായിരുന്നു. ഈ എക്സ്ട്രാ ഇതിൻ്റെ ഇത് കൊമ്പിൻ്റെ ആഡിലുള്ളത് അതൊക്കെ ഞാൻ വെറുതെ എൻ്റെ വീട്ടിൽ വരയ്ക്കാം. ഇത് ഞാൻ പേന വെച്ചിട്ട് ഡ്രോ ചെയ്തത്. ഇത് നമ്മുടെ ഒരു ഐസ്ക്രീം പോലെയാണ് ഞാൻ വെച്ചത്. മോളിൽ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പലതും അമ്മ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഇതെല്ലാവരും. ഇത് ഞാൻ വരച്ചത് വീട്ടിലെല്ലാവരും നല്ല അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ ഒരു ഗേൾ ഇതുണ്ടോ, അമ്മ ബാക്കിൽ നിന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ പേന ആൻഡ് പെൻസിൽ മിക്സ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു റൗണ്ട് വരച്ചു. ദെൻ ഈ ഹെയർ കളേഴ്സൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന പെൻസിൽ ഡാർക്ക് ചെയ്തിട്ടാണ്. പക്ഷേ ഇത് നമ്മൾക്ക്
എന്താ പറയുക, ഈ പെൻസിലൊക്കെ ഇങ്ങനെ നല്ല തിന്നായിട്ടുള്ള പെൻസിലൊക്കെ ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റും. ചിലർ ബ്രഷൊക്കെ വെച്ച് ചെയ്യും. ഞാൻ കണ്ടത് ബ്രഷ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ എന്താ, ഞാൻ പെൻസിൽ വെച്ച് ഇങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതിലും നല്ലതായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ വരും. ഞാൻ ആദ്യമായിട്ടാണ് വരച്ചത് ഇത്രയും പെർഫെക്ഷൻ ഉള്ള ഒരു. നല്ല രസമുണ്ട്. അടുത്തത് എനിക്ക് അതിനോട് വലിയ ഇഷ്ടമൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു അത് മേളത്തെ കൊള്ളാം. കൈ മാറ്റിക്കേ. മേളത്തെ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഒരു ഗേള് തിരിഞ്ഞേക്കുന്നല്ലേ. പക്ഷേ പ്രശ്നം പറ്റെന്താ അറിയോ, ഇതൊക്കെ ഞാൻ വെറുതെ വരച്ചു. ഇതൊന്നും അതിലില്ലായിരുന്നു. ഇവിടെ ഫുൾ പ്ലെയിനായി കിടക്കുന്നു. ഞാൻ നല്ല രീതിക്ക് വരച്ച് നോക്കിയപ്പോൾ ഇതങ്ങ് മുകളിൽ നിൽക്കുന്നു. എന്തായാലും താഴെ വേണ്ടേ. പിന്നെ വരച്ചാണ് കൊള്ളത്തിൽ. എനിക്ക് നല്ലതായിട്ട് ആരെങ്കിലും ഇവിടൊക്കെ വരയ്ക്കുമോ? അത്രയും ബുദ്ധിയുള്ളതുകൊണ്ടാണ്. പിന്നെ ഇത് ഞാൻ വരച്ചതാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഫുൾ പെൻസിൽ ഡ്രോയിങ് ആണ്. ഓ കയ്യിൽ ഇങ്ങനെ ഒരു ഇത് പിടിച്ചിരിക്കുന്നില്ല, പകുതി അതല്ല. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വിരൽ വരയ്ക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അത് പെൻസിലായതുകൊണ്ടാണ് ഞാൻ അത് മായ്ച്ചൊക്കെയാണ് വരച്ചത്. പിന്നെ ഇതൊന്നും വലിയ പെർഫെക്ഷൻ ഇല്ല. പക്ഷെ ഇത് പക്കാ പെൻസിൽ ഡ്രോയിങ് ആണ്. മറ്റേതും പെൻസിൽ ഡ്രോയിങ് ചിലർക്ക് പക്കാ പറ്റുള്ളൂ. ഇത് ഫുള്ള് നമ്മുടെ മാർക്കർ ഡ്രോയിങ് ആണ് കേട്ടോ. കളേഴ്സ് അല്ലാതെ കൊടുത്തിരിക്കുന്നുണ്ട്. എന്താ മറ്റേ ബുക്ക് അല്ലേ, സ്പൈറൽ ബൈൻഡ് ചെയ്തോ? ഒരു ചെറിയൊരു നോട്ട്. പിന്നെ ഇതില് ഇതിലിരിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സുമാണ് കേട്ടോ. ഫ്രണ്ട്സ് എഴുതാൻ തെറ്റിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ അതിന് ഫ്രണ്ട്സും ഒക്കെ ആക്കിയെടുത്തു. ഇത് പക്ഷേ ഈ ഒരു സാധനം ശരിയല്ല. ഇത് ഒരുപാട് ഇതായി പോയി. പക്ഷേ ശിവലിംഗം. ശിവലിംഗം. പക്ഷെ എനിക്കത് കുഴപ്പമില്ലാണ്ട് തോന്നി കേട്ടോ. നല്ല രസമുണ്ട്. കണ്ടോ എൻ്റെ ഓടക്കുഴൽ എങ്ങനെയുണ്ട്? അടുത്തത് ഞാൻ കുറേ ദിവസമായിട്ടോ വരച്ചിട്ട്. ഇതാണ് ഞാൻ ഈ ബുക്കിൽ ലാസ്റ്റ് ഡ്രോ ചെയ്തതല്ലേ. ഇതാണ് ഞാൻ കാര്യമായിട്ട് ഈ ബുക്കിൽ ലാസ്റ്റ് ഡ്രോ ചെയ്തത്. ഇത് ഫുൾ പക്ക പെൻസിൽ ഡ്രോയിങ് ആണ് കാണിച്ചത്. ഇത് പക്ഷെ എനിക്ക് ഇപ്പുറത്തെ സൈഡ് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. എന്നാലും ഞാൻ നിങ്ങളെ കളിക്കാം. അടിപൊളിയുടെ കണ്ണൊക്കെ അടിപൊളി. എന്നോട് കാണിക്ക്. നല്ല രസമുണ്ട്. ഇത് പക്ഷേ ഇവിടെ ഞാൻ നല്ല നോക്കിയൊക്കെ വരച്ചു. പക്ഷെ ഇവിടുത്തെ പുരിയുന്ന ഒരുമാതിരി മനുഷ്യരുടെ പുരിയും പോലെ. ഇത്രയേ ഉള്ളൂ ഡ്രോയിങ്സ്. ഇതൊക്കെ ഞാൻ ചെറിയൊരു അയ്യോ അതൊക്കെ ഇവിടെ ഇത്രയും അല്ലല്ല ഇനി ഒട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് വരെ വരയ്ക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും നോക്കിയിട്ട് കിട്ടാത്തപ്പോഴൊക്കെ ഞാൻ വരയ്ക്കുന്ന സംഭവങ്ങളാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുറേ ദിവസമായിട്ട് മിമ്മ പറയുന്നുണ്ടല്ലേ ഡ്രോയിങ്സ് എല്ലാം ഫ്രണ്ട്സിനെ കാണിക്കണം. ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ ഇനി ചെയ്യുന്ന ഡ്രോയിങ്സ് കാണിക്കും. എനിക്ക് ഇന്ന് എന്തായാലും വരയ്ക്കണം. കുറേ പഠിക്കാനുണ്ട്. മറ്റന്നാ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് മാത്സ്. ഫ്രണ്ട്സ് സിമ്പിളാണ് കേട്ടോ. മൺഡേ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ മാത്സ് ചാപ്റ്റർ മൊത്തം. മാത്തമാറ്റിക്സ് എളുപ്പമാണ് എനിക്ക്. പിന്നെ ഇംഗ്ലീഷ് ഫ്രൈഡേ ആണ് ക്ലാസ് ടെസ്റ്റ്. അത് ഭയങ്കര സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നുമില്ല ടെസ്റ്റ് പേപ്പറിന് മീനിങ്സും ന്യൂ വേർഡ്സും മാത്രമേ ഉള്ളൂ കേട്ടോ. അതെല്ലാം എനിക്ക് പഠിച്ചതാണ് ഓറൽ ടെസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ എന്തായിരുന്നു പിന്നെ മലയാളം ടെസ്റ്റ് പേപ്പർ. അത് എളുപ്പമാണ് കേട്ടോ. വിപരീതവും തിരിച്ചെടുക്കുകയും മാത്രം ഓപ്പോസിറ്റ് വേർഡ്സും. പക്ഷെ ഫ്രണ്ട്സ് ഞാൻ കുറേ നാളായിട്ട് വരച്ചിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇച്ചിരിയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമ്മ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഞാൻ വരച്ചതിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
ഈ ഒരു അതും കൊള്ളാം. പിന്നെ ഒരു ഗേളിന്റെ അത് ഞാൻ പറയാം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കയ്യില് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ മിമോസിന്റെ ഫ്രണ്ട്സിന് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് അത് നിങ്ങൾ ചെയ്യാം. എന്തായാലും താഴെ കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് അടിപൊളിയാ. ഇത് ഞാൻ ഇത് നോക്കി വരച്ചതാ. ഇത് നോക്കി വരച്ചു. ഇത് പക്ഷെ നോക്കി വരച്ചപ്പോൾ ഒരു പ്രശ്നം പറ്റി. ഇവർ നല്ല ഡാർക്കായിട്ടുള്ള, അത് നമ്മുടെ നാട്ടുകാരല്ല, നല്ല ഡാർക്കായിട്ടുള്ള, പുറത്തെവിടെ നാട്ടുകാർ, ഇവർ നല്ല ഡാർക്കായിട്ടുള്ള എന്തോ ഇത് വെച്ചിട്ട് വെച്ചു. ഞാൻ വിചാരിച്ചു പെൻസിലായിരിക്കും, നമ്മുടെ നാട്ടിലെ പെൻസിലടിക്കുന്ന വെച്ച് ഞാനൊരു മറ്റേ എന്താ പറയുക സാധാരണ നമ്മുടെ പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കും. വരച്ചപ്പോൾ അവരെടുത്തപ്പോൾ അത് മാർക്കർ, ഞാൻ ഇപ്പോൾ മാർക്കർ എടുത്തില്ല. മാർക്കർ എടുത്ത് കഴിഞ്ഞ് ഇപ്പുറത്തെ പേജിൽ വരയ്ക്കുമ്പോൾ ഫുൾ ഇതാവും. പിന്നെ അപ്പം വേണ്ടി ഞാൻ വെച്ചാണ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ ഇതുവരെ. ഇത് ഞാൻ എന്ത് വെച്ചാൽ വരച്ചത്, ഇത് ഞാൻ 3 ആൽഫബറ്റ് വെച്ചിട്ടാണ് കേട്ടോ വരച്ചത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഇവിടെ എന്തായിരുന്നു, ഇത് ഞാൻ പിയും വൈയും ഇസഡും വെച്ചിട്ടാണ് കേട്ടോ വരച്ചത്. ഈ ഒരു ഡ്രോയിങ് ഞാൻ പിയും ഇസഡൊക്കെ വെച്ചിട്ടാണ്. നിന്റെ ഈ കഴിവ് ഞാൻ കാണാതെ പോയി. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഷോക്കേസ് ചെയ്ത് തന്നെ. ഇതൊക്കെ നല്ലതാണ്. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ ഫ്രണ്ട്സ് ഞാൻ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്തായാലും അടുത്ത പുതിയൊരു ഡ്രോയിങ് കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഇത്രയും കാണിച്ചു തരും. ഇത് കുറച്ച് ഡ്രോയിങ്സ് ഉണ്ട്. ഈ ഡ്രോയിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രോയിങ് ഏതാണെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിനി എന്തായാലും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വരയ്ക്കണം, പിന്നെ പഠിക്കാൻ എളുപ്പമല്ലേ ഫ്രണ്ട്സ്. നമ്മൾ മനസ്സിരുത്തി നല്ല സമാധാനത്തിലല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഞാൻ മനസ്സിരുത്തി, അല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കരുത്. നമ്മൾ നല്ല സമാധാനത്തിരുന്നു, മനസ്സമാധാനത്തിരുന്ന് നമ്മൾ നല്ല ശ്രദ്ധിച്ച് ഇഷ്ടപ്പെട്ട് പഠിക്കാം. നമുക്ക് എളുപ്പമായിട്ട് പഠിക്കാം. പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റൂലെന്ന്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് ഫ്രണ്ട്സ്. ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഡ്രോയിങ് ചെയ്തിട്ട് ഞാൻ കുറേ നാളായി. പക്ഷെ ഞാൻ ഒരു ഇതിൽ ഞാൻ ഈ ഒരു സൈഡ് പേജ് ലീവ് ചെയ്യും കേട്ടോ. എല്ലാ ഡ്രോയിങ്സിലും ഈ സൈഡ് പേജ് ഞാൻ ലീവ് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ പേജിൽ അത് ഇവിടെ ഇതാവും. അപ്പം നമ്മൾക്കിപ്പം എന്താ പറയുക, ഇവിടെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് കോളായിട്ട് നമ്മൾ ഇപ്പുറത്ത് വരയ്ക്കുന്ന പിക്ചറേ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി എന്തായാലും മറ്റൊരു ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഇത് തന്നെ ഒരു ഡ്രോയിങ് ബുക്കൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും കാണുന്നത്തേക്കിനും ബൈ.